പാർട്ടി നേതാക്കൾ അശ്രദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നത് കർശനമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നടന്ന NDA മുഖ്യമന്ത്രിമാരുടെ കോൺക്ലേവിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിർദ്ദേശമുണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ദ, MP വിജയ് ഷാ, ഹരിയാന രാജ്യസഭാ MP രാംചന്ദർ ജംഗ്ര എന്നിവരുടെ വിവാദ പരാമർശങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശം. നേതാക്കൾ അവരുടെ നാവിനെ നിയന്ത്രിക്കണമെന്നും അനാവശ്യമായി എന്തും എവിടെയും പറയരുതെന്നും പ്രധാനമന്ത്രി നേതാക്കളോട് നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശ് MP വിജയ് ഷാ ഒരു പൊതുയോഗത്തിൽ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ പരാമർശം കോടതിയുടെ അടക്കം നിഷിദ്ധമായ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഭീകരവാദികളുടെ സഹോദരി എന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുൻനിരയിലുണ്ടായിരുന്ന സോഫിയ ഖുറേഷിയെ വിജയ് ഷാ വിശേഷിപ്പിച്ചത്. മോദിജി അവരുടെ സ്വന്തം സഹോദരിയെ പ്രതികാരം ചെയ്യാൻ അയച്ചു എന്നായിരുന്നു BJP മന്ത്രിയുടെ പ്രസ്താവന. പരാമർശം വലിയ വിവാദമായതിനു പിന്നാലെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ശ്രമിച്ചു, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ലംഘിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. പിന്നീട് കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പരാമർശത്തിൽ MP മാപ്പ് പറഞ്ഞുവെങ്കിലും കോടതി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. രാജ്യത്തിന് മുഴുവൻ നാണക്കേടായ പ്രസ്താവനയെന്ന് വിശേഷിപ്പിച്ച കോടതി വിഷയം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. മെയ് 28-ന് സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ സുപ്രീം കോടതി വിജയ് ഷായുടെ അറസ്റ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. വിജയ് ഷായുടെ പരാമർശത്തിൽ പാർട്ടി വലിയ പ്രതിരോധത്തിലായിരിക്കെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പങ്കാളികൾക്കെതിരെ വിവാദ പരാമർശവുമായി BJP രാജ്യസഭാ MP രാംചന്ദർ ജംഗ്രയും രംഗത്ത് വരുന്നത്. ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ ജീവനു വേണ്ടി അപേക്ഷിക്കുന്നതിന് പകരം തീവ്രവാദികളോട് പോരാടണമായിരുന്നുവെന്നാണ് ദേവി അഹില്യാബായ് ഹോൾക്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഭിവാനിയിൽ നടന്ന യോഗത്തിൽ BJP നേതാവ് പറഞ്ഞത്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നത് ഉഭയസമ്മത പ്രകാരമാണെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നതിനു പിന്നാലെ അതിനു വഴിവെച്ചത് തന്റെ ഇടപെടലാണെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ അന്നേ ഈ വാദത്തെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും ട്രംപ് പിന്നീടും സമാന വാദം ഉയർത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെയാണ് അതിർത്തിയിൽ ഇന്ത്യ-പാക് സംഘർഷം മൂർച്ഛിച്ചത്. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ആക്രമണത്തിൽ ഒരു നേപ്പാളി പൗരൻ ഉൾപ്പെടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്.